മദ്യനയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മദ്യനയത്തിൽ ഇതുവരെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം UDF വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാണ്. എക്സൈസ് മന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇപ്രാവശ്യത്തെ മദ്യനയം എന്ത് എന്നതിനെ സംബന്ധിച്ച് പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റോ ആലോചിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങി നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയും പ്രസ്ഥാനവും മുന്നണിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് നല്ല ധാരണയിൽ വെച്ചോ. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷഫീദ്, CPM സംസ്ഥാന സെക്രട്ടറി പൂർണ്ണമായും ഈ വിവാദങ്ങളെയൊക്കെ തള്ളി പറയുമ്പോഴും അനിമോന്റെ ശബ്ദരേഖ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ 2.5 ലക്ഷം രൂപ വീതം ഓരോരുത്തരും ഇടണം. അങ്ങനെയാണെങ്കിൽ ഈ 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പം നയം രൂപീകരിക്കാൻ പോകുമ്പോൾ അതിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് പറയുന്ന സ്വഭാവത്തിലുള്ളതാണ് ആ ശബ്ദരേഖ. ഈ വിവാദത്തെ എങ്ങനെയാണ് CPIM കാണുന്നത്? എന്തായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിന്റെ ഉള്ളടക്കം? ഗോപികൃഷ്ണൻ, മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങളെ പൂർണ്ണ അർത്ഥത്തിൽ പ്രതിരോധിക്കുകയാണ് CPM. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ ആയുധം എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചർച്ചയും ഇതുവരെ പാർട്ടിയോ മുന്നണിയോ സർക്കാരോ മന്ത്രിമാരോ തുടങ്ങിയിട്ടില്ല. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകൾ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകാം. അത് ഉദ്യോഗസ്ഥരല്ല മദ്യനയം നിശ്ചയിക്കുന്നത് എന്നുള്ളൊരു നിലപാട്, എന്നൊരു പ്രതികരണമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കള്ളപ്രചാരണങ്ങൾ വ്യാപകമാക്കുന്നു. വ്യാജമായി തയ്യാറാക്കിയ ചില കഥകൾ പ്രചരിപ്പിക്കുകയാണ്. ആ കഥകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമാണ്. മാത്രമല്ല, അവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. UDFന്റെ കാലത്തെ മദ്യനയമല്ല ഇടതു സർക്കാർ പിന്തുടരുന്നതെന്ന് അവർ ഓർമ്മിച്ചോളണമെന്നടക്കമുള്ള കാര്യങ്ങൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങി നയം നിശ്ചയിക്കുന്നതല്ല LDF നിലപാടെന്ന് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടതുമുന്നണി ജനങ്ങളുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്. മദ്യത്തിൽ സംസ്ഥാനത്തെ മുക്കുകയാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് മറുപടി ഇന്ന് MV ഗോവിന്ദൻ നൽകിയിട്ടുണ്ട്. മദ്യ ഉപഭോഗം കുറഞ്ഞു സംസ്ഥാനത്ത് എന്നുള്ളതാണ് അതിന്റെ മറുപടി. മാത്രവുമല്ല, വില വർദ്ധിച്ചിട്ടുണ്ട് എന്നത് സത്യമാണെന്നും അതാണ് വിൽപ്പനയിൽ പ്രതിഫലിച്ചതെന്നും ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. അതേസമയം എക്സൈസ് മന്ത്രിയുടെ രാജി എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെ പരിഹസിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. ഒരു രാജിയും വെക്കേണ്ട കാര്യമില്ലെന്നും ചർച്ച ചെയ്യാത്ത വിഷയത്തിൽ വെറുതെ കയറി അങ്ങ് പ്രസ്താവിക്കുകയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും ഡ്രൈ ഡേ. ശരി ഷഫീദ്, ഇതിനകത്ത് ഇപ്പോൾ അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നത് സ്വാഭാവികമായും ഈ സർക്കാരിനെയും പാർട്ടിയെയും ഒക്കെ പ്രതിരോധത്തിലാക്കുന്നതാണല്ലോ. അപ്പോൾ ഈ ശബ്ദ സന്ദേശത്തെ കുറിച്ച് എന്താണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്? അദ്ദേഹം അങ്ങനെ ഒരു ശബ്ദ സന്ദേശം വന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് CPM സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി, ഇക്കാര്യത്തിൽ മന്ത്രി ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മന്ത്രി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ശബ്ദരേഖ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കട്ടെ എന്ന് മാത്രമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമായും മദ്യനയം അടക്കമുള്ള കാര്യങ്ങളിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ രീതിയിൽ, അതായത് മദ്യനയം അനുകൂലമാക്കാൻ പണപ്പിരിവ് ആരംഭിച്ചു ബാറുടമകൾ എന്ന രീതിയിൽ വരുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു വിവരം വരുമ്പോൾ സ്വാഭാവികമായും സർക്കാരിനെ കൂടുതൽ സംശയനില നിർത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രതിപക്ഷവും അതേ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കി ഇതിനോടകം തന്നെ അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ മദ്യനയത്തിന്റെ കാര്യത്തിൽ ഇനി LDFും സർക്കാരും സൂക്ഷ്മതയുള്ള നിലപാടായിരിക്കും എടുക്കുക. ഗോപികൃഷ്ണൻ. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. മദ്യ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി പണം ആവശ്യപ്പെടുന്ന ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം, ഇക്കാര്യത്തിൽ പരിശോധനകൾ നടക്കും, മദ്യനയം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു തീരുമാനവും സർക്കാർ എടുത്തിട്ടില്ല എന്നായിരുന്നു. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.